ഈ മരങ്ങളും ഒക്കെ എത്ര പ്രണയങ്ങളുടെ ജീവിതങ്ങളും ഒക്കെ ആയിരിക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അല്ലേ? ഈ മരത്തണലിൽ എത്ര പ്രണയങ്ങൾ ഉണ്ടായിരുന്നിരിക്കും ഇവിടൊക്കെ ചുറ്റിയിരുന്ന്. പ്രായം മാത്രല്ല, ഒരുപാട് പരദൂഷണവും കുശുമ്പടിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും കാർത്തിക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. അതും ഒരുപാടില്ല കേട്ടോ, ഈ പറഞ്ഞ പോലെ ഒരു 5-6 പേരൊക്കെ ഉള്ളൂ. എന്ത് പറ്റി? ഒരുപാട് റിസർവ്ഡ് ആണ്. എങ്ങനെയാണ് അങ്ങനെ അധികം? കുറച്ചിങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ വീട്ടിൽ അല്ലെങ്കിൽ അങ്ങനെയാണ്, ഒരുപാട് അങ്ങനെ ഉണ്ടാക്കാൻ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ സ്കൂളിൽ പഠിച്ച കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. ഒരു ഫെബീന ഉണ്ട്, ഒരു ലിജി ഉണ്ട്, നിജിലുണ്ട്, ഹാരിഷ് ഉണ്ട്, കുറെ പേരുണ്ട് ഫ്രണ്ട്സ്. എപ്പോഴും കുറച്ച് പേര് വെച്ചാൽ നമുക്ക് എപ്പോഴും വിളിക്കാൻ പറ്റിയ. സിനിമയിലാണെങ്കിൽ ഭാവനയുണ്ട്, സമൃദ്ധയുണ്ട്. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. എപ്പോഴും വിഷമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായി ആദ്യം വിളിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ആദ്യം വിളിക്കുന്ന വ്യക്തി ഫെബീന. വിളിക്കുക, സൗഹൃദങ്ങൾ പങ്കിടുക. അങ്ങനെ പുറത്തൊക്കെ പോകാറുണ്ടോ? പുറത്ത് വീട്ടിലുള്ളവരും പുറത്തങ്ങനെ ഔട്ടിങ് അത്യാവശ്യം എന്തെങ്കിലും വാങ്ങാനൊക്കെ പോകും. അതെങ്ങനെ വേറെ ഒരു നമ്മളെപ്പോഴും അറിയപ്പെടുന്ന ഒരാളാണ്. നമ്മൾ എന്ത് പോക്കൃത്തരം കാണിച്ചാൽ ആരെയും അറിയില്ല. ഇറങ്ങി കാണിക്കാൻ വയ്യ. അല്ല, അതുകൊണ്ട് തന്നെയല്ല, അങ്ങനെ പോകാന് വീട്ടില് തന്നെ ധാരാളം ജോലികളുണ്ട്. സോ ഇത്രേ ഉള്ളൂ. പിന്നെ എന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ, വെറുതെ പറയല്ല, അച്ഛനും അമ്മയും സഹോദരങ്ങളും 2 ബ്രദേഴ്സ് ഉണ്ട്. അവർ രണ്ടുപേരും നമുക്കങ്ങനെ പുറത്ത് എന്തുണ്ടെങ്കിലും പറയാം. കുഞ്ഞിലെ മുതൽ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ നമ്മളിപ്പോഴാ ചോദിക്കുന്ന അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തൊക്കെ എന്തുകൊണ്ടാണ് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഇതാണ്. നമുക്ക് എന്ത് പറയാവുന്ന 2 പാരന്റ്സ്, പിന്നെ എന്റെ ബ്രദേഴ്സ് ആണെങ്കിലും എന്തും നമുക്ക് പറയാം, ഷെയർ ചെയ്യാവുന്ന. പിന്നെ എന്തിനാ നമുക്ക് ഒരുപാട് കുറച്ച് പേരുണ്ട്, ഒരു 3-4 പേര്. എന്തെങ്കിലും മറക്കാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അവരുടെ കൂടെ? ഒന്നുമില്ല. എനിക്ക് കഴിഞ്ഞ ദിവസം ഫെബീനയുടെ കല്യാണമായിരുന്നു. കുറച്ച് ദൂരേക്കാണ് കെട്ടിച്ചു വിട്ടിരിക്കുന്നത്. ആ ഒരു വിഷമമുണ്ട്. കാരണം ഇപ്പൊ ഇന്നലെ ഫോൺ ചെയ്തപ്പോ എനിക്ക് കിട്ടിയില്ല. ചിലപ്പോ തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കാം, എന്നാലും ഒരു വിഷമമുണ്ട്. പിന്നെ വേറെ അങ്ങനെ അനുഭവം, ഞങ്ങൾ അങ്ങനെ ഔട്ടിങ്ങിന് പോയിട്ടോ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോയിട്ടോ ഒന്നുമില്ല. ഈ ഫിലിമിൽ ഭാവനയൊക്കെ ഫ്രണ്ട്സ് ആണല്ലോ, അപ്പം അവരായിട്ടൊക്കെ എങ്ങനെയാണ്? അപരിചിതം ചെയ്യുമ്പോൾ ഞാനും കാവ്യയും മഞ്ഞയും കൂടെ ഒരു അടിപൊളി ഗ്രൂപ്പായിരുന്നു. അതിങ്ങനെ കുറച്ച് കറങ്ങി നെല്ലിയാമ്പതിയിലായിരുന്നു ഷൂട്ടിംഗ്. എറണാകുളത്താണെങ്കിലും അങ്ങനെ അതൊരു നല്ലൊരു ഫിലിമായിരുന്നു. ഞങ്ങള് രണ്ട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയ ഒരു സിനിമയാണ്.